ചേച്ചി എന്തിനാണ് രാമുണ്ണെ കല്യാണം കഴിച്ചത്? നിങ്ങൾ ഒപ്പം ഡാൻസ് കളിക്കുന്ന ഒരു ചെക്കനല്ലേ പ്രൊഫഷണൽ, അവനെ കല്യാണം കഴിച്ചുകൂടായിരുന്ന? നിങ്ങൾക്ക് കുട്ടികൾ വേണമെന്നില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടെന്ന് ആരാ പറഞ്ഞത്? ആക്ച്വലി നമുക്കൊരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു ഈ ഇയർ നമുക്ക് വാട്ട് ഈസ് ദ റീസൺ ടു നെയിം ദ ഡാൻസ് ക്ലാസ് അർജുനാർട്സ്. അർജുനാർട്സിന്റെ പേര് വരാനായിട്ട് കാരണം നിങ്ങൾക്കും അതുപോലെ പലപ്പോഴും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. യെസ്, എൻ്റെ ലൈഫിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഒക്കെ അങ്ങനെ 2-3 ഫ്രണ്ട്ഷിപ്സ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു Q&A ആണ്. അതെ, നമ്മൾ ട്യൂട്ടോറിയൽസും ചലഞ്ചസ് ഒക്കെ വിട്ടിട്ട് നമ്മളിന്ന് Q&Aയിലേക്ക് എത്തിയേക്കാണ്. കാരണം നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പുതിയ മെമ്പേഴ്സ് ഉണ്ട് ആൻഡ് അവരുടെ മനസ്സിൽ കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു പോസ്റ്റ് ഇട്ടിട്ട് അവരോട് വെറൈറ്റി ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഉത്തരമായിട്ട് വന്നേക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതൊരു ക്വൈറ്റ് പേഴ്സണൽ ആണ്, പക്ഷെ ഇപ്പം എൻ്റെ റീസെൻറ്റ് ലൈഫായിട്ട് ഭയങ്കര മാച്ചിങ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെന്തായാലും ഉത്തരം പറയാം. ഹാവ് യു എവർ മെയ്ഡ് എ ഡിസിഷൻ ദാറ്റ് വാസ് വെരി പെയിൻഫുൾ ബട്ട് നെസസറി? യെസ്, സെവറൽ ടൈംസ്, ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് കട്ടിങ് ഓഫ് പീപ്പിൾ. അങ്ങനെ എല്ലാവരും അല്ല കേട്ടോ, ലൈക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെയും നമ്മുടെ സന്തോഷത്തിനെയും ഒക്കെ ഒരു ബാരിയറായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ചില സമയത്ത് നമുക്ക് കട്ട് ഓഫ് ചെയ്യേണ്ടി വരും. ലൈക്ക് അവരായിട്ടുള്ള ഗുഡ് മെമ്മറീസ് ഒക്കെ ഉണ്ടാവും. അവർ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനാണെന്നുണ്ടെങ്കിൽ അവരായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം സെറ്റായിരിക്കും, അടിപൊളിയായിരിക്കും. പക്ഷേ ഒരു പോയിന്റിൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും, ഇല്ലേ? നിങ്ങൾക്കും അതുപോലെ പലപ്പോഴും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. യെസ്, എൻ്റെ ലൈഫിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ലൈക്ക് ഒരു ഈഗോയിൻ്റെ പുറത്തോ ഒരു ആങ്കറിൻ്റെ പുറത്തോ ഒന്നുമല്ല. ദാറ്റ് ഈസ് ജസ്റ്റ് അബൌട്ട് ഫോർ യുവർ പീസ്. കാരണം സ്വന്തം സമാധാനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ചിലപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തുന്നത്. അത് ചിലപ്പോൾ പൂർണ്ണമായിട്ടായിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു ബൗണ്ടറീസ് വെച്ചിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ലൈഫിലേക്കുള്ള അവരുടെ ഫുൾ ആക്സസ് കട്ട് ചെയ്യലായിരിക്കും, അങ്ങനത്തെ ചില കാര്യങ്ങളായിരിക്കും. അപ്പോൾ യെസ്, അങ്ങനത്തെ കാര്യങ്ങൾ എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. കുറേ ഫ്രണ്ട്ഷിപ്സ് ലാസ്റ്റ് ഇയറൊക്കെ അങ്ങനെ 2-3 ഫ്രണ്ട്ഷിപ്സ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് വേണ്ട, അത് പോകുന്തോറും അത് എനിക്കും അവർക്കും ഈക്വലി വിഷമാവുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനെന്താ റിയലൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ബിക്കോസ് someone was once good for you doesn't mean that they are still good for you. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഉള്ള ആൾക്കാരെ കട്ട് ഓഫ് ചെയ്തതാണ് ഞാൻ എൻ്റെ ലൈഫിൽ നെസസറി ആയിട്ട് കണ്ടതും ബട്ട് പെയിൻഫുൾ ആയിട്ട് തോന്നിയതും. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഡാൻസ് റിലേറ്റഡ് ആണ്. How are you so good at dance? When did you start dancing like a pro? അങ്ങനെ ഡാൻസിൽ ഞാൻ ഭയങ്കര അടിപൊളിയാണെന്നും പ്രോ ആണെന്നൊന്നും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ. ലൈക്ക് ഈച്ച് ഡേ ഇസ് എ ലേണിംഗ് ചാപ്റ്റർ ഫോർ മീ. ലൈക്ക് ഡാൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഒരു നെവർ എൻഡിങ് പ്രോസസ്സ് ആൻഡ് ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. അതിൽ ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു പ്രോ ആണെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ആൻഡ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറയുന്നതിനാൽ ഇന്നലത്തേക്കാൾ ഞാൻ എത്രത്തോളം ഇന്ന് ഇമ്പ്രൂവ് ആവാൻ ട്രൈ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. ചില സമയത്ത് പല വീഡിയോസ് ചെയ്യുമ്പോഴും പല ഡാൻസസ് ട്രൈ ഔട്ട് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇത് ശരിയായിട്ടില്ല, ഇതിൽ ഇന്ന മിസ്റ്റേക്സ് ഉണ്ട് എന്ന് ഞാൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അത് എത്രത്തോളം നെക്സ്റ്റ് ഡേ ഇമ്പ്രൂവ് ആക്കാനുള്ള കാര്യങ്ങൾ ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്, ഹോം വർക്ക് ചെയ്യാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോ ഒരു പ്രോ ആണെന്നോ ഒരു അടിപൊളി ഡാൻസർ ആണെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നി എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം അപ്രിസിയേഷൻ ഓൾവേസ് മാറ്റേഴ്സ് അല്ലേ, അത് കിട്ടുന്നതും ഭയങ്കര സന്തോഷമാണ് ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡാൻസറിനെ സംബന്ധിച്ചിട്ട്. അപ്പോൾ എനിക്കത് നിങ്ങൾ തരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഞാനത് ഓരോ ദിവസം എന്നെക്കൊണ്ട് എത്രത്തോളം പറ്റുമോ അത് ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഡാൻസ് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്? ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ ആക്ച്വലി എൻ്റെ വാമപ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാറില്ല. ലൈക്ക് ഡെയിലി ഞാനൊരു 3 to 4 hours എങ്കിലും ഡാൻസ് ചെയ്യുന്ന ഒരാളാണ്. അതൊന്നെങ്കിൽ എന്തെങ്കിലും കൊറിയോഗ്രാഫി ചെയ്യാനുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഡാൻസ് ക്ലാസ്സസ് എടുക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ വാമപ്സ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല. ആൻഡ് എന്നെ സംബന്ധിച്ചിട്ട് ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതും അത് തന്നെയാണ്. ലൈക്ക് സ്ട്രെച്ചിങ് ആണെന്നുണ്ടെങ്കിലും പുതിയ പുതിയ ബോഡി വർക്കൗട്ട്സ് ആണെന്നുണ്ടെങ്കിലും അത് ഓരോന്ന് റിസർച്ച് ചെയ്തത് ട്രൈ ഔട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഈവൻ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. സോ ഒരു പ്രോപ്പർ വാമപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിലിറ്റി നല്ല രീതിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ എൻ്റെ ഒരു ലൈഫ് കൊണ്ടാണെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളത്. സോ നിങ്ങൾക്കും അതിനെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാമപ്സിൻ്റെ ഒരു സെഷൻ വേണമെന്നുണ്ടെങ്കിൽ ട്യൂട്ടോറിയൽ പോലെ പോസ്റ്റ് ചെയ്യാം. സോ അത് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും അറിയിക്കാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് കുറച്ച് സീൻ ക്വസ്റ്റ്യൻ ആണ്. ചേച്ചി എന്തിനാണ് രാമുണ്ണെ കല്യാണം കഴിച്ചത്? നിങ്ങൾ ഒപ്പം ഡാൻസ് കളിക്കുന്ന ഒരു ചെക്കനല്ലേ പ്രൊഫഷണൽ, അവനെ കല്യാണം കഴിച്ചുകൂടായിരുന്ന? ഏത് ചെക്കൻ, ഏത് പ്രൊഫഷണൽ ചെക്കൻ?
അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഫസ്റ്റ് ഞാനിത് ആരാ അയച്ചേ, നമ്മളിങ്ങനെ പ്രൊഫൈൽ എടുത്ത് നോക്കുമല്ലോ യൂട്യൂബിൽ, അങ്ങനെ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ ചെറിയ കുട്ടിയാണ്. ആൾ കുറേ ഡാൻസ് വീഡിയോസൊക്കെ പോസ്റ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഓക്കെ ആൾക്കും ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ ആ ഒരു ചെറു പ്രായത്തിൽ ഇപ്പോൾ ആളുടെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡാൻസ് ഇഷ്ടമാണല്ലോ, അപ്പോൾ ഡാൻസറായിട്ടുള്ള ഒരാളെ കല്യാണം അങ്ങനത്തെയൊക്കെ ചിലപ്പോൾ തോന്നലുണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു അത് വന്നപ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഇപ്പോൾ രാമുണ്ണ അറിയുന്നവരാണെന്നുണ്ടെങ്കിലും അങ്ങനെ ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്, നമ്മളൊരു ബോണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവർ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ എൻ്റെ എല്ലാ സ്റ്റോറി ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. അതിന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ചോദിച്ച മോളാണെന്നുണ്ടെങ്കിൽ മോളൊന്ന് പോയി കണ്ടു നോക്കുക. ചേച്ചിയും ചേട്ടനും എങ്ങനെയാണ് കല്യാണം കഴിച്ചത് എന്നുള്ളൊരു കാര്യം അപ്പം മനസ്സിലാകും. എന്നിട്ട് വന്നിട്ട് ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചേച്ചി, വാട്ട് ഈസ് യുവർ റിയാക്ഷൻ ടു ഹെയ്റ്റ് കമൻറ്റ്സ്? ഇപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്ററിന് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സാധനമാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിനൊരു പോസിറ്റീവ് സൈഡ് പറയുന്നവരും നെഗറ്റീവ് സൈഡ് പറയുന്നവരും ഉണ്ടാകും. പക്ഷേ ഈ നെഗറ്റീവ് കമൻസിനെ ചിലർ വന്നിട്ട് കുറേ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ക്രിറ്റിസിസം വേറെയാണ്. ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ആക്ടാണ്, ഇപ്പോൾ ഡാൻസ് ആണെന്നുണ്ടെങ്കിൽ തന്നെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അതിൻ്റെ എക്സ്പ്രഷൻ പോരാ, അതിൻ്റെ പെർഫെക്ഷൻ പോരാ എന്നൊക്കെ പറയുന്നത് ടോട്ടലി ഫൈൻ, ബിക്കോസ് അത് നിങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്ന ആളൊരു ഇൻഡിവിജ്വലാണ്. ആ ഇൻഡിവിജ്വലിനെ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന അതേ വികാരം ആ ആൾക്കാർക്ക് ഉണ്ടാകും എന്നുള്ളൊരു തോന്നൽ പല ആൾക്കാരിലും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും അല്ല കേട്ടോ, കുറേ പേര് ഈ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മളെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. അത് ഞാൻ മാത്രം ഫേസ് ചെയ്യുന്നതല്ല, എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഫേസ് ചെയ്യുന്നതാണ്. അങ്ങനെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, നമ്മൾ ചെയ്ത ചിലപ്പോൾ അതൊരു ഡാൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ ആക്ട് ആയിക്കോട്ടെ, ആ ആക്ട് കാരണം നമ്മളെ പറയുക, നമ്മുടെ വീട്ടുകാരെ തെറി പറയുക, ഒരു ഇതുമില്ല, ചുമ്മാ ഫ്രസ്ട്രേഷൻ തീർക്കുന്ന പോലെ. ലിറ്ററലി അതാണ്. അവർക്കെന്തോ പറ്റാത്തെന്തോ കാര്യം നമ്മൾ ചെയ്യുന്നതുകൊണ്ടാണോ എന്നൊന്നും അറിയാൻ പാടില്ല, അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കി കളയും. ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വരാറുണ്ട്. പക്ഷേ ഒരു പോയിന്റിൽ ഇനീഷ്യലി എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാടില്ല കേട്ടോ, നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരുപാട് വന്ന് അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുന്നവരില്ല, ബട്ട് സ്റ്റിൽ ഉണ്ട്. ആൻഡ് എൻ്റെ പല ക്രിയേറ്റേഴ്സിൻ്റെ കമൻസിൽ ഞാനത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും വെച്ച് പൊറുപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അത് അങ്ങോട്ട് എന്താ പറയുക, ഇഗ്നോർ ചെയ്യാമെന്ന് മാത്രമല്ല, അത് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇത് തന്നെയാണ് എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നല്ലത് പറയാറുണ്ടാവും, ചീത്ത പറയാനും ആൾക്കാരുണ്ടാവും. ആ ചീത്ത പറയുന്നവർ പറയുന്ന പോയിന്റ്സ് അത് നമുക്ക് ആവശ്യമുള്ളതാണെന്ന് മാത്രം എടുക്കുക. പക്ഷെ അത് ഹൗ ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു അസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. കാരണം നമ്മൾ ഒരു റെസ്പെക്റ്റും ഇല്ലാതെ വെറുതെ വന്ന് ചീത്ത പറയാൻ ആർക്കും ഒരു അധികാരവും ഇല്ല. അപ്പോൾ അങ്ങനെ പറയുന്നവരെ ഞാൻ ഇഗ്നോർ ചെയ്യലാണ് പതിവ്. അങ്ങനെയുള്ളവരെ ഞാൻ ബ്ലോക്ക് ചെയ്ത് വിടുവാടാ. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ആൾക്കാർ എൻ്റെ ലൈഫിൽ വേണ്ട. ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് എൻ്റെ സമാധാനം കളയുന്നവരെ ഞാൻ മാക്സിമം ഇഗ്നോർ ചെയ്യലാണ് പതിവ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How can you manage your passion with married life and family? How to manage the time? What is the strategy behind you? ഓക്കെ, എൻ്റെ പാഷൻ എൻ്റെ ഫാമിലി ലൈഫായിട്ട് ആക്ച്വലി ഞാനൊരു മാരീഡ് പേഴ്സണാണ്. ഞാനൊരു ഫാമിലി റൺ ചെയ്യുന്ന അങ്ങനത്തെ ഒരു തോന്നൽ റെസ്പോൺസിബിലിറ്റിയുടെ പേരിലല്ല, അതൊരു എന്താ പറയുക, ഭയങ്കര റെസ്പോൺസിബിലിറ്റി, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതല്ല. കാരണം ഞാൻ എൻ്റെ വീട്ടുകാരെ മനസ്സിലാക്കുന്നേക്കാൾ കൂടുതൽ അവരെന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്കറിയാം എനിക്ക് ഡാൻസ് എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, അതെത്ര പാഷനേറ്റ് ആണ് ഞാൻ എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എൻ്റെ വർക്ക്സിന് ഞാൻ പ്രയോറിറ്റി കൊടുത്താലും ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്. അവർക്ക് ഓക്കെ, അവളത് ചെയ്തിട്ട് വരട്ടെ, എന്നിട്ട് അവർ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അച്ഛനമ്മ ബ്രദറുമാണ് എനിക്ക്. ആൻഡ് ഓൾസോ അങ്ങനത്തെ ഉള്ള ഒരു ഹസ്ബൻഡുമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പാഷൻ മാനേജ് ചെയ്യാനായിട്ട് ഞാനധികം സ്ട്രെസ്ഫുൾ അല്ല കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് ടൈം ഈസ് മാനേജിങ് ടൈം. ഈ സമയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേഗം ഓടിപ്പോണ പോലെ ഇല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നില്ലേ? പണ്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ബുട്ടീക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ കണ്ടന്റ് ക്രിയേഷൻ എല്ലാം ചെയ്യുമായിരുന്നു. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ ഈ ബുട്ടീക്കിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, സെല്ല് ചെയ്യും, എല്ലാം ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്തും എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഉറങ്ങാനുള്ള സമയം വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഫുള്ളി ഇൻ ടു ദിസ് പ്രോസസ് ആയിട്ട് പോലും സമയം പറ്റുന്നില്ല. എനിക്ക് നല്ല സംശയമുണ്ട് 24 മണിക്കൂർ ഉണ്ടാകുന്ന തന്നെ.
ഒന്ന് രാവിലെ എണീറ്റ് എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ തന്നെ രാത്രിയാവുന്നു. അപ്പോൾ എനിക്ക് സമയം പറ്റാത്തതായിട്ടേ ഉള്ളൂ. ലൈക്ക് ഫുള്ളി ബിസി ആയിരിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഒരു സമയം എന്താ പറയുക ഭയങ്കര പ്രൊഡക്റ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് സ്ട്രാറ്റജീസ് ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് വളരെ ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ സ്ട്രാറ്റജി. നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാഷനാണ് നിങ്ങൾ ജോബായിട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് നന്നായിട്ട് തന്നെ ചെയ്യത്തില്ലേ. സോ ദാറ്റ് ഇസ് മൈ സ്ട്രാറ്റജി. ഐ എം ഡൂയിങ് വാട്ട് ഐ ലൈക്ക്. സോ ദാറ്റ്സ് മൈ സ്ട്രാറ്റജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ, നിങ്ങൾക്ക് കുട്ടികൾ വേണമെന്നില്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ വെച്ച് ദൈവമേ ഇപ്പം തല്ലോ എന്നുള്ളൊരു സീനാണ് തോന്നിയത്. നിങ്ങൾക്ക് കുട്ടികൾ വേണമെന്നില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടാ വേണ്ടെന്ന് ആരാ പറഞ്ഞേ? നമുക്ക് വേണമെന്നുണ്ട്. ആക്ച്വലി നമുക്കൊരു പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു ഈ ഇയർ നമുക്ക് ബേബി പ്ലാനിങ് തിങ്ക് ചെയ്യാം എന്നുള്ളത്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും മെൻ്റലി നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ആസ് ഓഫ് നോ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് വൈകുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ എപ്പോൾ റെഡിയാകുമ്പോൾ കുട്ടികളായാൽ പോരെ. അതിങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ട് മറ്റുള്ളവർ ചോദിച്ചിട്ട് വേണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എനിക്ക് അടുത്തൊരു ലൈഫിലൊരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ? എനിക്കറിയുന്നൊരു ആൻറ്റി, പുള്ളിക്കാരത്തി എന്നോട് ഭയങ്കര കാര്യമായിട്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞ കുട്ടികളാവാത്തതെന്ന് ചോദിച്ചു. ലൈക്ക് എന്തോ ഒരു പ്രോബ്ലം ഉള്ള പോലെ. ഞാൻ പറഞ്ഞ ആൻറ്റി ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടില്ല, നമ്മൾ നോക്കുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഇപ്പം നടന്നോ, ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാണ്, ഇങ്ങനെ ഇപ്പം നടന്നോ, എന്നിട്ട് നിങ്ങൾ വിചാരിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാവാൻ പോണില്ല എന്ന്. എന്തോ പ്രാക്ക് പോലെ. അപ്പം ഞാൻ വിചാരിച്ചു ഇവരിത്ര ഫ്രസ്ട്രേറ്റഡ് ആവാനായിട്ട് ഞാനെന്ത് ഇവരോട് ചെയ്ത് എന്നുള്ള പോലെയായി എനിക്ക്. പക്ഷെ ഞാനത് ലൈക്ക് അങ്ങനെ ഡീൽ ചെയ്തില്ല. ഇപ്പം ഞാൻ തിരിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അങ്ങനെ ഒന്നും ഡീൽ ചെയ്തില്ല. ലൈക്ക് ചിലപ്പോൾ അതിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഉണ്ടാവാൻ പോടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇനി ഉണ്ടാവില്ലേ എന്ന് പേടിച്ചിട്ട് നാളെ തന്നെ ഞാൻ ഈ കുട്ടീനെ അങ്ങനത്തെ ഉള്ള സാധനത്തിലാണോ ഇനി അവരെന്നെ ട്രിഗർ ചെയ്തതെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഞാൻ ലൈക്ക് അവരോട് പറഞ്ഞു ഇപ്പം ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, വിധിയാന്ന് വിചാരിക്കും എന്ന് പറഞ്ഞു. അത് ആക്ച്വലി അവർ ഇങ്ങോട്ട് എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്തില്ല ഒരു മറുപടി. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം അങ്ങനെയുള്ള എത്ര ഫാമിലി, എത്ര അച്ഛനും അമ്മമാരുണ്ട്, ഐ മീൻ എത്ര പാരൻസ് അല്ലല്ലോ, എത്ര മാരീഡ് കപ്പിൾസ് ഉണ്ട്. ലൈക്ക് ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതൊരു കുറ്റമല്ലല്ലോ. അതവരുടെ ഓരോരുത്തരുടെ ലൈഫ് സിറ്റുവേഷൻസ് അല്ലേ. ഇപ്പം നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് നമുക്കിപ്പോൾ കുട്ടികൾ വേണമെന്ന് തോന്നാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ അവർ ലൈഫ് തിങ്സ്. ഓക്കെ, അതുപോലെ ആയിരിക്കില്ല വേറൊരു മാരീഡ് കപ്പിളിന്, അതുപോലെ ആയിരിക്കില്ല വേറൊരാൾക്കാർക്ക്. അപ്പം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഡിസിഷൻ. പക്ഷെ അത് പലപ്പോഴും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. ഇപ്പം ഈ പറഞ്ഞ ആൻറ്റി ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി മനസ്സിലാക്കുന്നേ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ ചുറ്റിനുണ്ട് ഗൈസ്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഡിസിഷനിൽ തന്നെ ഉറച്ച് നിൽക്കണം. നിങ്ങൾ എപ്പോഴാണോ റെഡി എന്ന് തോന്നുക അപ്പം തന്നെ മതി. അതിപ്പോൾ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് പുതിയ സബ്സ്ക്രൈബർ ആണെന്ന്. അപ്പം എൻ്റെ പുതിയ സബ്സ്ക്രൈബർ കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പ്ലാൻ ഇല്ലാന്നൊന്നുമില്ല. ചൈൽഡ്ലെസ് കപ്പിൾസ് ഒന്നും അല്ല ഞങ്ങൾ. ബട്ട് അതിനകത്തേക്ക് അതൊരു ഫുള്ളി ഇൻറ്റു പ്രോസസ്സ് അല്ല. ഒരു മദർഹുഡ് എൻജോയ് ചെയ്യണം, പാരൻറ്ഹുഡ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും അത്രയും പ്രിപ്പയർഡ് ആവണം, അത്രയും ഇതാകണം എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഒരു കുട്ടി എന്നുള്ളൊരു ഐഡിയോളജി അല്ല നമ്മുടേത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് സമയം അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ സ്ട്രെസ്ഫുൾ ആക്കിയിട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രെസ്ഫുൾ ആക്കേണ്ടവരാക്കിയിട്ട് അങ്ങോട്ട് പോകും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യും? അയ്യോ എന്ത് ചെയ്യും, എങ്ങനെ ആക്കും എന്നുള്ളതിൽ നമ്മളിങ്ങനെ വായും പൊളിച്ച് നിൽക്കും. അങ്ങനത്തെ ഒരു ലൈഫിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് കാര്യം. ബട്ട് ഹോപ്പ്ഫുള്ളി ദിസ് ഇയർ ഓർ നെക്സ്റ്റ് ഇയർ മേ ബി യെസ് നടക്കട്ടെ വേഗമല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം. വൺ ഹാബിറ്റ് ദാറ്റ് യു ഹേറ്റ് അതേഴ്സ്, വാട്ട് നെഗറ്റീവ് ക്വാളിറ്റി ട്രിഗേഴ്സ് യു ദ മോസ്റ്റ് ഇൻ ജനറൽ? ഓക്കെ, ആക്ച്വലി ഐ ഡോണ്ട് ലൈക്ക് പീപ്പിൾ ഹൂ ഡോണ്ട് ലിസൺ ഡ്യൂറിങ് ദ കോൺവേഴ്സേഷൻ. ലൈക്ക് ഇങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ നമ്മുടെ ഒരു സ്പേസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എനിക്കും ആ കാര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് ഭയങ്കര ഡിഫിക്കൾട്ടാണ് നമുക്കൊന്ന് സ്പീക്കപ്പ് ചെയ്യാനായിട്ട്. എനിക്കങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഞാൻ ആർക്കും അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യാറില്ല. ഇപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഞാൻ ലിസൺ ചെയ്തതിന് ശേഷം മാത്രമേ തിരിച്ച് ഇൻ്റർഫിയർ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്ത് ഒന്ന് കേട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനത് മര്യാദയ്ക്ക് ലിസൺ ചെയ്തിട്ട് സ്പീക്ക് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു സ്പേസ് എനിക്ക് കിട്ടാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം. ഞാൻ പലപ്പോഴും പല ആൾക്കാരിലും കണ്ടിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും പറയാൻ വാ തുറക്കുമ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ ഇൻ്റർഫിയർ ചെയ്ത് ഇങ്ങനെ സംസാരിക്കും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് എല്ലാവരിലും ഇല്ല, ചില ആൾക്കാരിൽ ഫീൽ ചെയ്യാറുള്ളൂ. ഭാഗ്യത്തിന് ലക്ലി എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യാറില്ല. ബിക്കോസ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആൾക്കാരെ മീൻസ് അങ്ങനെ നമുക്കൊരു സ്പേസ്, കംഫർട്ടബിൾ സ്പേസ് കിട്ടണമല്ലോ. ആ സ്പേസ്
കിട്ടുന്നവരിലാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറ്. സോ ലിസൺ ചെയ്യാതെ ഇൻ്റർഫിയർ ചെയ്ത് സംസാരിക്കുന്നവരെ അത്ര താല്പര്യമില്ല. ലിസൺ ചെയ്യാതെ ഇൻ്റർഫിയർ ചെയ്യുന്നവരെയും കുറച്ച് ജഡ്ജ്മെൻ്റലായിട്ടുള്ള ആൾക്കാരെയാണ് ഞാൻ കുറച്ച് നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഓക്കെ, ഇനി കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഒറ്റയടിക്ക് എല്ലാത്തിനും ഉത്തരം പറയാം. പ്ലേസ് എവിടെയാണെന്ന്? പ്ലേസ് ഗൈസ് കൊച്ചി പനമ്പള്ളി നഗറാണ്. ഞാൻ പനമ്പള്ളി നഗർ പാർക്കിലാണ് ഉള്ളത്. യെസ്. സ്റ്റുഡിയോ അപ്ഡേറ്റ്സ്. ഇപ്പം നമ്മൾ 2ാമത്തെ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു. അർജുന ആർട്ട് സ്റ്റുഡിയോ കലൂർ. അത് നന്നായിട്ട് പോകുന്നു. കലൂരായതുകൊണ്ട് തന്നെ എൻ്റെ സ്വന്തം വീടുള്ളത് കലൂരാണ്. സോ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ അറിയുന്നവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട്. ആൻഡ് ഓൾസോ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അതാണ് സ്റ്റുഡിയോ അപ്ഡേറ്റ്സ്. 3rd സ്റ്റുഡിയോ നമ്മൾ സെക്കൻഡ് അനൗൺസ് ചെയ്തത് പയ്യന്നൂർ സ്റ്റുഡിയോ ആയിരുന്നു. സോ പയ്യന്നൂർ സ്റ്റുഡിയോൻ്റെ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂട്ടത്തിൽ. ബൈ മാർച്ച് ഓർ ഏപ്രിൽ അത് സ്റ്റാർട്ട് ചെയ്യും. ബിഫോർ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ്. കുറച്ച് കൂടുതൽ പണികളുണ്ട് കേട്ടോ, കാരണം അവിടെ സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊരു സ്റ്റുഡിയോ ആക്കി എടുക്കാൻ അറിയാതിരിക്കുന്നതൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഹോപ്പ്ഫുള്ളി അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തുടങ്ങണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഡ്രീം എന്ന് പറയുന്നത് അയ്യോ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇത്രയും നാളല്ലേ താറ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ഇനി ഒരു BM വേണം ഗൈസ്. എനിക്കൊരു കാറ് വേണം, BM കൂടെ വാങ്ങിക്കണം എന്നുണ്ട്. അതാണ് എൻ്റെ ഡ്രീം. വാട്ട് ഈസ് ദ റീസൺ ടു നെയിം ദ ഡാൻസ് ക്ലാസ് അർജുന ആർട്സിൻ്റെ പേര് വരാനായിട്ട് കാരണം എൻ്റെ ബ്രദറിൻ്റെ പേര് അർജുൻ എന്നാണ്. അപ്പോൾ എന്നെ അറിയുന്നവർക്ക് ആക്ച്വലി അറിയുന്നുണ്ടാവും. എൻ്റെ ഓൺ ബ്രദറാണ് അർജുൻ. അപ്പോൾ ചേട്ടായിയാണ് എന്നെ ഡാൻസ് പഠിപ്പിച്ചു തന്നതും ചെറുപ്പത്തിൽ എന്നെ ഡാൻസ് കൂടെ കളിച്ച എൻ്റെ ഫേവറേറ്റ് ഡാൻസ് പാർട്ട്ണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഡാൻസ് സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ അതെൻ്റെ ചേട്ടൻ്റെ പേരിൽ വേണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് പേർക്ക് സംശയമുണ്ട് രാമൂട്ടൻ്റെ പേരാണോ അർജുൻ എന്നുള്ളത്. രാമൂട്ട് നല്ല അർജുൻ. രാമുന്റെ പേരാണെങ്കിൽ അവന്റെ പേരിൽ ആരെങ്കിലും തുടങ്ങുമോ? ഞാൻ എൻ്റെ പേരിൽ തുടങ്ങൂലേ? അല്ല കേട്ടോ, എൻ്റെ ചേട്ടനാണ് അർജുൻ. ഓക്കെ. ഇനി സ്റ്റുഡിയോക്ക് അർജുൻ ആർട്സ് എന്നിട്ടത് എന്താ? അതാരാ? അർജുൻ, എൻ്റെ ചേട്ടനാണ് അർജുൻ. ഓക്കെ. യെസ്. ഗിവ് അവേ. ഓക്കെ, ഒരുപാട് പേര് ഗിവ് അവേനെ ചോദിക്കുന്നുണ്ട്. യെസ്, ഗിവ് അവേ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് ഡാൻസ് റിലേറ്റഡ് ആയിട്ടും കൂടെ കുറച്ച് ബെനിഫിറ്റ്സ് തരുന്ന രീതിയിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് പ്ലാൻ ചെയ്യാമെന്നാണ് എൻ്റെ പ്ലാൻ. ബിക്കോസ് ഓൾറെഡി നമ്മൾ 13 lakhs ഫാമിലി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു ഗിവ് അവേ നടത്തണം. ആൻഡ് സൂൺ ആസ് പോസിബിൾ നമ്മൾ എന്തായാലും അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. ആൻഡ് ഓൾസോ ഇനി അടുത്തത് എന്തിൻ്റെ വീഡിയോ ആണ് എന്തിൻ്റെ വീഡിയോയാ, എന്തിൻ്റെ മുന്നൊക്കെ പറയണ പോലെ എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളതും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റ.